ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് മോഡ്യൂൾ 3-ൽ 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സോളിഡ് വേസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ലാൻഡ് പൊല്യൂഷൻ ഓർ സോയിൽ പൊല്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സോളിഡ് വേസ്റ്റിനകത്ത് നമുക്ക് മെയിൻ സോഴ്സസ് ഓഫ് സോളിഡ് വേസ്റ്റ് എന്തൊക്കെയാണ്, അതേ കണക്ക് തന്നെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. അതേ കണക്ക് തന്നെ നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റിന്റെയും റേഡിയോ ആക്റ്റീവ് വേസ്റ്റും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിന്റെ ഹെൽത്ത് ഹസാർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് എ സോളിഡ് വേസ്റ്റ്? എന്താണ് ഒരു സോളിഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കാണുന്ന സാധനമാണ് സോളിഡ് വേസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം സോളിഡ് വേസ്റ്റിനെ? സോളിഡ് വേസ്റ്റ് ആർ വേസ്റ്റ് ദാറ്റ് ആർ നോട്ട് ലിക്വിഡ് ഓർ ഗ്യാസ്. അപ്പോൾ നമുക്കറിയാം ലിക്വിഡും ഗ്യാസും അല്ലാതെ നമ്മൾ എന്ത് സാധനം പുറത്തേക്ക് കളയുന്നു അതിനെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. The term solid waste means materials such as household garbage, food waste, yard waste and demolition or construction debris. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സോളിഡ് വേസ്റ്റിനകത്ത് പറയാം. ഹൗസ് ഗാർബേജസ്, ഫുഡ് വേസ്റ്റ്, യാർഡ് വേസ്റ്റ്, ഡിമോളിഷൻ ഓർ കൺസ്ട്രക്ഷൻ ഡെബ്രി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സോളിഡ് വേസ്റ്റിനകത്ത് പറയാം. പിന്നെ സോളിഡ് വേസ്റ്റ് ഓർ ഓൾ ദ ഡിസ്കാർഡഡ് സോളിഡ് മെറ്റീരിയൽസ് ഫ്രം മുനിസിപ്പൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫോമിൽ എന്ന് പറയുമ്പോൾ മുനിസിപ്പൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പം നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ എന്തായിരിക്കും കുറച്ച് സോളിഡ് വേസ്റ്റസ് ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഫുഡ്, ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് എ ഗാർബേജ്. അപ്പോൾ നമുക്കിനി സോളിഡ് വേസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ് വേസ്റ്റ്. അപ്പോൾ സോളിഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, MSW ഓർ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സോളിഡ് വേസ്റ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇലക്ട്രോണിക് വേസ്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ടെലിവിഷൻ. ടെലിവിഷനകത്തൊക്കെ എന്തൊക്കെയുണ്ട്, നമുക്ക് കാത്തോഡ് റേ ട്യൂബ് ഉണ്ട്. അപ്പോൾ പഴയ ടെലിവിഷനൊക്കെ ആണെങ്കിൽ കാത്തോഡ് റേ ട്യൂബ് ഒക്കെ ഉണ്ട്. അത് കണക്ക് തന്നെ എന്താണ് അതിന്റെ PCB ബോർഡ്സ് ഉണ്ട്. ആ ബോർഡ്സ് ഒക്കെ എന്താണ്, അതൊക്കെ നമ്മൾ ആ ടെലിവിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഇലക്ട്രോണിക് വേസ്റ്റ് ആയിട്ട് മാറുവാണ്. ഇത് കണക്ക് തന്നെ മൊബൈൽ ഫോൺസ്. പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റസ്, ബയോമെഡിക്കൽ വേസ്റ്റസ്, അഗ്രികൾച്ചറൽ വേസ്റ്റസ് ആൻഡ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റസ്. ഇതാണ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സോളിഡ് വേസ്റ്റ് നമ്മൾ പറയുന്നത്. സോ ഇത് അതിന്റെ ഇമേജസ് ആണ്. ഇലക്ട്രോണിക് വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇനി വേസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ ഫിസിക്കൽ, സെക്കൻഡ് വൺ കെമിക്കൽ ആൻഡ് തേർഡ് വൺ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ വേസ്റ്റിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നത്? ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ വേസ്റ്റ്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇതിന്റെയൊക്കെ ഫിസിക്കലും കെമിക്കലും ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കേണ്ട കാര്യം? എന്തായാലും ഇത് വേസ്റ്റ് ആണ്. ഒരു വേസ്റ്റിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തിനു വേണ്ടി പഠിക്കണം? എനി ഐഡിയ? പ്ലീസ് റെസ്പോണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് പഠിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ആൻസേഴ്സ് പറഞ്ഞേ. ആർക്കും അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത്. നമുക്ക് ഈ വേസ്റ്റ് ട്രീറ്റ് ചെയ്യണം. ഈ വേസ്റ്റ് നമ്മുടെ സർഫസിൽ കിടന്നു കഴിഞ്ഞാൽ അതൊരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറും. അതെന്താണ്, ലാൻഡ് പൊല്യൂഷൻ കോസ് ചെയ്യും. അത് വാട്ടറിൽ വീണാൽ വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് ഈ പറയുന്ന സോളിഡ് വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വേസ്റ്റിന്റെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, വേസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത്. So, നമുക്ക് physical characteristics gives information and data on the physical composition of solid waste. അപ്പോൾ physical characteristics it gives the physical composition of solid waste. These are important in the selection and operation of equipment and facilities and in the analysis and design of disposal facilities.
in the analysis and design of disposal facilities. നമുക്ക് ഈ സോളിഡ് വേസ്റ്റ് നമ്മൾ എർത്ത് സർഫസിൽ വെറുതെ കിടന്നാൽ എന്താണ്, അത് കുറെ കഴിയുമ്പോൾ നമുക്ക് ഹാർംഫുൾ സോഴ്സ് ആയിട്ട് മാറും. അതുകൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ, അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 3 ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്: ഡെൻസിറ്റി, moisture content and waste particle size. Density, moisture content and waste particle size. പിന്നെ നമുക്ക് അതർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമുക്ക് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഡിസ്പോസൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഡിസ്പോസൽ മെത്തേഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഇനി അതർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നതാണ് കളർ, പിന്നെ ഷേപ്പ് ഓഫ് കമ്പണന്റ്, optical property and magnetic properties. അപ്പോൾ other physical characteristics നകത്ത് വരുന്നത് color, shape of components, optical property and magnetic properties. ഇത്രയും കാര്യങ്ങൾ other physical properties നകത്ത് വരുന്നതാണ്. ഇനി ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു ഡെൻസിറ്റി? നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഡെൻസിറ്റിയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞേ. ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കുമെന്നാണോ? So please respond. What do you mean by density of a material? So density is defined as mass per unit volume. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വേസ്റ്റ് എന്തിനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ ദ ഡിസൈൻ ഓഫ് സാനിറ്ററി ലാൻഡ് ഫിൽ. അപ്പോൾ ലാൻഡ് ഫില്ല് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവിടെയുള്ള വേസ്റ്റിന്റെ ഡെൻസിറ്റി അറിഞ്ഞിരിക്കണം. അതേ കണക്ക് തന്നെ ലാൻഡ് ഫില്ല് മാത്രമല്ല, സ്റ്റോറേജ് ഓഫ് വേസ്റ്റ്, ടൈപ്പ് ഓഫ് കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് എക്സെട്ര. അപ്പോൾ നമുക്ക് വേസ്റ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, നമ്മുടെ സോളിഡ് വേസ്റ്റിന്റെ സ്റ്റോറേജ്, സാനിറ്ററി ലാൻഡ് ഫിൽസ് ഡിസൈൻ ചെയ്യാനൊക്കെ ഡെൻസിറ്റി ഓഫ് വേസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ ആൻ efficient operation of landfill, compaction of waste to minimum density is essential. അപ്പോൾ നമ്മളൊരു ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ വേസ്റ്റിനെ അതിനെന്താണ് should compact to an optimum density. ഇത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ കോമ്പാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ലാൻഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോമ്പാക്ട് ചെയ്ത് വെക്കുന്നത്. ഒരു മെഷീനകത്താണ് നമ്മുടെ ഇതെല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റസ് ആണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൂടി കോമ്പാക്ട് ചെയ്ത് നമ്മളൊരു ലാൻഡ് ഫില്ലിലേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലാൻഡ് ഫിൽ. അപ്പോൾ അവിടെ കോമ്പാക്ട് വേസ്റ്റ് ടു ആൻ ഒപ്റ്റിമം ഡെൻസിറ്റി നമ്മുടെ മെഷീനിലാണ് അത് ചെയ്യുന്നത്. ഇനി കോമ്പാക്ഷൻ എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൂടി ഒരു മെഷീനകത്ത് ഇട്ട് കൊടുത്ത ആ മെഷീനാണ് നമുക്ക് ഇതേ ക്യൂബിക്കൽ ബ്ലോക്സ് ആയിട്ട് പ്ലാസ്റ്റിക്കിനെ എല്ലാം കൂടി കോമ്പാക്ട് ചെയ്ത് നമ്മുടെ റിക്വയർഡ് ഡെൻസിറ്റിയിലേക്ക് ആക്കി തരുന്നത്. പിന്നെ any normal compaction equipment can achieve reduction in volume of waste by 75%. അപ്പോൾ ഒരു നോർമൽ കോമ്പാക്ഷൻ നമുക്ക് വോളിയം റെഡ്യൂസ് ചെയ്യും അപ് ടു 75%. നമ്മളിങ്ങനെ വേസ്റ്റ് വാരി വിട്ട് തരുന്നല്ലോ, അതിനെ കോമ്പാക്ട് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു ബൈ അബൌട്ട് 75%, വിച്ച് ഇൻക്രീസ് ദ ഇനിഷ്യൽ ഡെൻസിറ്റി ഫ്രം 100 to 400 kg/m³. അപ്പോൾ വോളിയം റിഡക്ഷൻ സംഭവിക്കുമ്പോൾ the density is increased from 100 to 400 kg/m³. Municipal solid waste as delivered in compaction vehicle have been found to have an average density of 300 kg/m³. A waste collection vehicle can drag 4 times the weight of waste in its compacted state when it is uncompacted. A waste collection vehicle can drag 4 times the weight of waste in its compacted state, that is when it is uncompacted. So കോമ്പാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോമ്പാക്ട് ചെയ്യുമ്പോൾ ആ വേസ്റ്റ് ചെറിയ വോളിയം റിഡക്ഷൻ സംഭവിക്കുകയാണ്.
വോളിയം റിഡക്ഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അറ്റ് എ ടൈം ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ കോമ്പാക്ട് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധനം. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം ഓരോന്നായിട്ട് പറക്കി ഒരു വെഹിക്കിൾ ഇടുന്നതും കോമ്പാക്ട് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ടാവും. കോമ്പാക്ട് ചെയ്യുമ്പോൾ വോളിയം റിഡക്ഷൻ സംഭവിക്കുന്നു, ഒരുപാട് സാധനങ്ങൾ അറ്റ് എ ടൈം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ നെക്സ്റ്റ് പറയുന്നതാണ് മോയ്സ്ചർ കണ്ടന്റ്. So moisture content is defined as the ratio of weight of water to the total weight of wet waste. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഓർത്തിരുന്നാലും മതി, വെറ്റ് വെയിറ്റ് മൈനസ് ഡ്രൈ വെയിറ്റ് ഡിവൈഡഡ് ബൈ വെറ്റ് വെയിറ്റ് ഇൻറ്റു 100. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ ടു ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ വെറ്റ് വേസ്റ്റ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ നോക്കുന്നത്? മോയ്സ്ചർ കണ്ടന്റ് ഇൻക്രീസസ് ദ വെയിറ്റ് ഓഫ് സോളിഡ് വേസ്റ്റ്. അപ്പോൾ വാട്ടർ ഇപ്പം എന്താണ് നമ്മൾ സോയിൽ നമ്മൾ ത്രോ അവേ ചെയ്ത വേസ്റ്റിന്റെ മുകളിൽ വാട്ടർ കണ്ടന്റ്, ഇപ്പം നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വേസ്റ്റിന്റെ മുകളിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. വാട്ടർ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ വെയിറ്റ് കൂടിയിരിക്കും. മോയ്സ്ചർ കണ്ടന്റ് ഇൻക്രീസസ് ദ വെയിറ്റ് ഓഫ് സോളിഡ് വേസ്റ്റ് and thereby the cost of collection and transport. It is a critical determinant in the economic feasibility of waste treatment by incineration. എന്തായിരുന്നു incineration എന്ന് വെച്ചാൽ? It is a critical determinant in the economic feasibility of waste treatment by incineration. എന്തായിരുന്നു incineration എന്ന് വെച്ചാൽ? ഇൻസിനറേഷൻ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിരിക്കില്ലല്ലോ ഇൻസിനറേഷൻ. ഇൻസിനറേറ്റർ എന്നൊക്കെ പറയുന്നത് എന്താ? ഇൻസിനറേറ്റർ അല്ലെങ്കിൽ ഇൻസിനറേഷൻ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ആരും മിണ്ടത്തില്ലെന്നുള്ള വാശിയിലാണോ? ഇൻസിനറേറ്റർ നമ്മൾ വേസ്റ്റ്, നമ്മുടെ സോളിഡ് വേസ്റ്റിനെ ബേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് പറയുന്ന പേരാണ് ഇൻസിനറേറ്റർ. ആ പ്രോസസ്സിന് പറയുന്നതാണ് ഇൻസിനറേഷൻ. ഇപ്പോൾ നമ്മൾ ചില ഫാക്ടറീസിൽ നമ്മൾ പല സോളിഡ് വേസ്റ്റും ബേൺ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. ആ ബേൺ ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഇൻസിനറേറ്റർ, ആ പ്രോസസ്സാണ് ഇൻസിനറേഷൻ. അപ്പോൾ വാട്ടർ കണ്ടന്റ് നമ്മുടെ സോളിഡ് വേസ്റ്റിന് മുകളിൽ വാട്ടർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഇൻസിനറേഷൻ ബേൺ ചെയ്യാൻ ഒരുപാട് താമസം ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഡിറ്റർമിനന്റ് ഇൻ എക്കണോമിക് ഫീസിബിലിറ്റി ഓഫ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് ബൈ ഇൻസിനറേഷൻ because weight consumes energy for evaporation of water. വാട്ടർ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യണം, ബേൺ ചെയ്യുമ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? വേസ്റ്റ് ബേൺ ചെയ്ത് നമുക്ക് വേണ്ട എനർജി കിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. A typical range of moisture content is 20 to 40%. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റിന്റെ പ്രസൻസ് നമുക്ക് യൂഷ്വലി കാണുന്നത് 20 to 40% ആണ് വേസ്റ്റിലുള്ള മോയ്സ്ചർ കണ്ടന്റ്. മോർ ദാൻ 40% മോയ്സ്ചർ കണ്ടന്റ് ഇൻ വേസ്റ്റ് യൂഷ്വൽ ആയിട്ട് കാണാറില്ല. അൺയൂഷ്വൽ ആയിട്ടാണ് നമുക്ക് മോർ ദാൻ 40% മോയ്സ്ചർ കണ്ടന്റ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ തേർഡ് പറഞ്ഞതാണ് പാർട്ടിക്കിൾ സൈസ്. വേസ്റ്റിന്റെ പാർട്ടിക്കിൾ സൈസ്. The size distribution of solid wastes are important in the recovery of material. അപ്പോൾ നമ്മൾ എന്താണ് യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് സോളിഡ് വേസ്റ്റിനെ നമ്മൾ റീയൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ചാൽ അതിന്റെ കവറിനകത്ത് എഴുതിയിട്ടുണ്ടാകും ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഫോൺസ് ആണ്. ഇപ്പൊ ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഇപ്പൊ നമ്മൾ മേടിച്ചാലും അത് എന്താണ് മിക്കവാറും എല്ലാം റീയൂസബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അത് നമ്മൾ പ്രോപ്പറായിട്ട് റീയൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളാണോ അത് നമ്മൾ ത്രോ അവേ ചെയ്യുന്നത്? നമ്മളെന്താ ചുമ്മാ എടുത്ത് എന്താണ് എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റിൽ കൊണ്ടിടും. അപ്പൊ അവിടെ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ കളക്ടിങ് ഏജൻസ് ആണ് അതിനെ ഓരോ തരം തിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ സോളിഡ് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് വളരെ പ്രധാനമായ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സോളിഡ് വേസ്റ്റ് നമ്മൾ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്, സോളിഡ് വേസ്റ്റ് യൂഷ്വലി നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് മോസ്റ്റ്ലി എന്താണ് പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റസ് അത് വീണ്ടും റീയൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ റീയൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്, നമ്മൾ സോളിഡ് വേസ്റ്റ് കളക്ട് ചെയ്ത് അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റും.
എന്താണ് ഓരോന്നിനും ഇപ്പൊ എല്ലാ സാധനങ്ങളും ഒരേ കണക്കായിരിക്കില്ല നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് പാർട്ടിക്കിൾ സൈസസ്. The size distribution of solid waste are important in the recovery of material, especially with mechanical means such as Frommel screens and magnetic separators. ഇനി നമ്മൾ ഈ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് നമ്മൾ സോളിഡ് വേസ്റ്റിനെ പെട്ടെന്ന് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് Frommel screen. Frommel screen എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, നമുക്ക് സൈസ് അനുസരിച്ച് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യേണ്ട സോളിഡ് വേസ്റ്റിനെ എല്ലാം നമ്മളൊരു ബോക്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ആ ബോക്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സൈസ് അനുസരിച്ച് ആ പാർട്ടിക്കിൾസ് സെപ്പറേറ്റഡ് ആയിട്ട് മാറും. ഞാൻ അതിന്റെ ഒരു ഫിഗർ കാണിച്ചു തരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 1 സെക്കൻഡ്, ഞാൻ ആ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് കാണാമോ? ഇതാണ് Frommel screen എന്ന് പറയുന്ന സാധനം. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? സോ പ്ലീസ് റെസ്പോണ്ട്. അപ്പോ ഇതാണ് സ്ക്രീൻ. അപ്പോൾ നമുക്ക് പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യും? ഇതിനുള്ളിലേക്ക് കടത്തിവിടും. എന്നിട്ട് ഈ സാധനം എന്താണ്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സൈസ് വ്യത്യാസമുണ്ട്. ഈ Frommel സ്ക്രീനകത്ത് ഇവിടെ വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും കളക്റ്റഡ് ആവുന്നത്. ഇവിടെ കുറച്ചും കൂടി വലിയ പാർട്ടിക്കിൾസ് ആയിരിക്കും, ഇവിടെ കുറച്ചും കൂടി വലിയ പാർട്ടിക്കിൾസ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. ഈ സൈഡിൽ നിന്നാണ് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്, അതാണ് പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അതാണ് Frommel screen എന്ന് പറയുന്ന സാധനം, Frommel screen. ഇനി മാഗ്നറ്റിക് സെപ്പറേറ്ററിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു മാഗ്നറ്റിക് സെപ്പറേറ്റർ. അപ്പോൾ ചില പാർട്ടിക്കിൾസ്, ഇപ്പൊ നമുക്ക് പറയാം ഈ പെപ്സി, കൊക്കക്കോള അങ്ങനെയുള്ള സാധനങ്ങളുടെ ക്യാൻസ് കിട്ടും. അപ്പോൾ അതിനകത്ത് ചില ക്യാൻസ് ഒക്കെ അത് അയൺ മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് വെച്ചൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതേ കണക്ക് നമ്മുടെ ഇലക്ട്രോണിക് വേസ്റ്റിനകത്തുള്ള പല കോമ്പോണൻസ്, ഇപ്പോൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളുടെ പല വേസ്റ്റസ് എന്ത് ചെയ്യാം, നമുക്ക് മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സോളിഡ് വേസ്റ്റ് ഈ കൺവെയർ ബെൽറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. സോളിഡ് വേസ്റ്റ് ഈ കൺവെയർ ബെൽറ്റിന് മുമ്പിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ കൺവെയർ ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് സാധനങ്ങളെല്ലാം ഇവിടെ നമ്മളൊരു വലിയ ഹ്യൂജ് മാഗ്നറ്റ് പ്ലേസ് ചെയ്യും. അതിന്റെ മുകളിലേക്ക് വന്ന് മാഗ്നറ്റിക് പോർഷൻസ് എല്ലാം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. നോട്ട് മാഗ്നറ്റിക് ആയിട്ടുള്ളതെല്ലാം ഇവിടെ വന്ന് അടിഞ്ഞു കൂടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെഗ്രിഗേഷൻ ആണ്. നമ്മുടെ സോളിഡ് വേസ്റ്റിനെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഉള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സെഗ്രിഗേഷൻ ആണ് ഈ പറയുന്നത്. ഇനി അടുത്തത്, it plays a significant role in the design of mechanical separators and shredders. Shredders, ഈ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Shredders, പേപ്പർ ഷ്രെഡർ എന്ന് കേട്ടിട്ടുണ്ടോ? പേപ്പർ ഷ്രെഡർ, നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്യാമോ? യെസ് ഓർ നോ പ്ലീസ്. ഷ്രെഡേഴ്സ്, പേപ്പർ ഷ്രെഡർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ നമ്മൾ പറയുന്ന പേപ്പർ അല്ല, സോളിഡ് വേസ്റ്റിനെ ഷ്രെഡ് ചെയ്യുന്ന സാധനമാണ്. ഇതാണ് ഷ്രെഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വലിയൊരു സോളിഡ് വേസ്റ്റ് അതിനെന്ത് ചെയ്യാണ്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുവാണ്. അതാണ് ഷ്രെഡേഴ്സ് എന്ന് പറയുന്നത്.
ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും ചില സാധനങ്ങൾ നമുക്ക് ഫൈനർ പാർട്ടിക്കിൾസ് ആയിട്ട് എടുത്തിട്ട് വേണം ചിലപ്പോൾ ഇൻസിനറേറ്ററിലേക്ക് ബേൺ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യാൻ പോകുന്ന സോളിഡ് വേസ്റ്റിനെ ആ രീതിയിൽ എന്താണ് ആ രീതിയിലേക്ക് ആക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷ്രെഡർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് അതാണ്ട് ഒരു വലിയ സോളിഡ് വേസ്റ്റ് ആണ്, ഇത് മെറ്റയാണെന്ന് തോന്നുന്നത്, അതിനെന്ത് ചെയ്തു, അത് ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറ്റി. അതിനെയാണ് അങ്ങനെ നമുക്കൊരു വലിയ സോളിഡ് ബേസ് ഉണ്ടെങ്കിൽ അതിനെ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആക്കി മാറ്റാനായിട്ടാണ് ഷ്രെഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ പേപ്പർ ഷ്രെഡർ എന്ന് പറയുന്നത് പേപ്പർ, ഇപ്പൊ നമുക്ക് ഡോക്യുമെന്റ്സ് പേപ്പേഴ്സിനെ എല്ലാം ഇങ്ങനെ ചെറിയ പീസ് ആക്കി മാറ്റാനാണ് പേപ്പർ ഷ്രെഡർ യൂസ് ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് എന്താണ് ബിസിനസ്സുകാരൊക്കെ ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നശിപ്പിക്കണമെങ്കിൽ അവർ ആ പേപ്പർ ഷ്രെഡറിൽ ഇട്ട് കൊടുത്ത് ചെറിയ പീസസ് ഓഫ് പേപ്പേഴ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഷ്രെഡേഴ്സ്. അപ്പൊ പാർട്ടിക്കിൾ സൈസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പാർട്ടിക്കിൾ സൈസ്. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാര്യം, നമ്മൾ എന്താ ചെയ്യുന്നത്, സോളിഡ് വേസ്റ്റിനെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അതിനെ സോളിഡ് വേസ്റ്റിനെ ഡിഫറെന്റ് എന്താണ് ഓരോ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുകയാണ്. നമുക്ക് എങ്ങനെ ഏത് മെത്തേഡിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് നമുക്ക് ഒന്നുകിൽ ട്രോമൽ സ്ക്രീൻസ് യൂസ് ചെയ്യാം, മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം, ഷ്രെഡേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ട്രോമൽ സ്ക്രീൻസിനകത്ത് എന്തായിരുന്നു, ഡിഫറെന്റ് പാർട്ടിക്കിൾ സൈസിലുള്ള സാധനങ്ങൾ ഒരു ട്രോമൽ സ്ക്രീനിലേക്ക് സോളിഡ് വേസ്റ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ട്രോമൽ സ്ക്രീനിൽ ഡിഫറെന്റ് പാർട്ടിക്കിൾ സൈസിലുള്ള സാധനങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ആയിട്ടുള്ളതും നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ളതും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഷ്രെഡേഴ്സിനകത്ത് ഇപ്പോൾ സോളിഡ് വേസ്റ്റിനെ ഒരു വലിയ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നേരത്തെ കാണിച്ചു തന്നെ എന്താണ് ഒരു കോട്ടൺ ബെഡോ അതൊക്കെ ആണെങ്കിൽ അതിനെ ഫൈനർ പാർട്ടിക്കിൾസ് ആയിട്ട് ഷ്രെഡ് ചെയ്ത് തിന്നർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റാൻ പറ്റും ഷ്രെഡേഴ്സ്. Okay. The major means of controlling particle size is through shredding. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് വലിയ എന്താണ് ഒരു ഹ്യൂജ് സോളിഡ് ബേസിനെ പറ്റില്ല, അതിനെ ചെറിയ ഫ്രാക്ഷൻസ് ആക്കിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഷ്രെഡിങ് ഇൻക്രീസസ് ഹോമോജനിറ്റി. ഷ്രെഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. Shredding increases homogeneity, increase the surface area by volume ratio, and reduce the potential of liquid flow path through the waste. അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ബൈ വോളിയം റേഷ്യോ. ഇതാണ് ഫൈനർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ബൈ വോളിയം റേഷ്യോ. പിന്നെ എന്ത് ചെയ്യും, റെഡ്യൂസസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ലിക്വിഡ് ഫ്ലോ പാത്ത് ത്രൂ ദ വേസ്റ്റ്. ഇനി പാർട്ടിക്കിൾ സൈസ് വിൽ ഓൾസോ ഇൻഫ്ലുവൻസ് ദ വേസ്റ്റ് പാക്കിംഗ് ഡെൻസിറ്റീസ്. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് ഡെൻസിറ്റിയും ഇൻ ടേൺ എന്താണ് എഫക്ട് ചെയ്യുന്നുണ്ട്. ഈ നെക്സ്റ്റ് വൺ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Particle size reduction could increase the biogas production through increase the surface area available to degradation by bacteria. എന്താണ് ഫൈനർ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ സെഗ്രിഗേറ്റ് ചെയ്തു ഷ്രെഡിങ് വഴി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിനെ ബാക്ടീരിയ പെട്ടെന്ന് വന്ന് അതിന്റെ ബയോഗ്യാസ് പ്രിപ്പറേഷനൊക്കെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അതാണ് നമുക്ക് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ മെയിൻ ആയിട്ട് 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഡെൻസിറ്റി, സെക്കൻഡ് വൺ മോയ്സ്ചർ കണ്ടന്റ്, ആൻഡ് തേർഡ് വൺ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ വേസ്റ്റ് പാർട്ടിക്കിൾ സൈസ്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു വേസ്റ്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് അത് ട്രീറ്റ് ചെയ്യണം, സോളിഡ് വേസ്റ്റിനെ നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കിട്ടിയ വേസ്റ്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, ഇനി വേറെ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. അത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് പറയുന്ന ഫസ്റ്റ് വൺ ആണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ ഷേപ്പ്, മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വൺ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഒപ്പേക്ക് മെറ്റീരിയൽസ് ഫ്രം ട്രാൻസ്പെറന്റ് സബ്സ്റ്റൻസസ്. It is used to separate opaque materials from transparent substances which are majorly contains glass and plastic. അപ്പോൾ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഗ്ലാസും അതേണക്കുള്ള സാധനങ്ങൾ എന്താണ് കളറിന്റെ ബേസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിൽ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി ഷേപ്പ് എങ്ങനെയാണ്? ഫ്ലാക്കി സബ്സ്റ്റൻസസ് will behave differently compared to non-flaky substance. അപ്പോൾ ഒരു റെഗുലർ ഷേപ്പ് ഉള്ള സബ്സ്റ്റൻസസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇറഗുലർ ഷേപ്പ് ഉള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വേറെ രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നു.
എന്താന്ന് വെച്ചാൽ ഇപ്പോ കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോ എന്താ പറയാ, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് കണ്ടെയ്നേഴ്സ് ഇപ്പോൾ കൊക്കക്കോള, ഫോർ എക്സാമ്പിൾ കൊക്കക്കോള. ഇപ്പൊ കൊക്കക്കോളയൊക്കെ നമ്മൾ ആദ്യമേ അത് ഫാക്ടറിയിൽ കൊക്കക്കോള ആദ്യമേ പുറത്തിറക്കിയതെല്ലാം അത് സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസ് എന്താണ് നമ്മുടെ ഗ്ലാസ് ബോട്ടിൽസിന്റെ കണ്ടെയ്നേഴ്സിനകത്താണ് ആദ്യം കൊക്കക്കോളയൊക്കെ പുറത്തിറക്കിയത്. അന്ന് പ്ലാസ്റ്റിക് കോമൺ ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ ആ സമയത്ത് കൊക്കക്കോള കമ്പനി അവർ ഗ്ലാസ് ബോട്ടിൽസിലാണ് എന്ത് ചെയ്തത്, കൊക്കക്കോള പുറത്തോട്ട് കൊണ്ടുവന്നത്. പക്ഷേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കോമൺ ആയിട്ട് അവൈലബിൾ ആയി തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഗ്ലാസ് ബോട്ടിൽസിൽ നിന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽസിലേക്ക് അവർ സ്വിച്ച് ഓഫ് ചെയ്തു. എന്ന് വെച്ചാൽ എന്താണ്, ഗ്ലാസിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിന് കോസ്റ്റ് കുറവാണ്. പിന്നെ പ്ലാസ്റ്റിക് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് മോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസ് അല്ലെങ്കിൽ കൊക്കക്കോള, അതേപോലെ ഫാന്റാന്റെ ബോട്ടിൽസ് ഉണ്ട്, നമുക്ക് ഏതൊരു ഡിഫറെന്റ് ഷേപ്പ് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് ആ ബോട്ടിൽസ് കാസ്റ്റ് ചെയ്യാം. പക്ഷേ ഗ്ലാസ് ബോട്ടിൽസ് വളരെ ഡിഫിക്കൽട്ട് ആണ്, നമുക്ക് വേണ്ട ഒരു ഷേപ്പിലേക്ക് അത് കൺസ്ട്രക്ട് ചെയ്ത് മെയ്ഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, കൊക്കക്കോള ഫാക്ടറീസിലെല്ലാം അവർ ഗ്ലാസ് ബോട്ടിൽസിൽ നിന്ന് എന്ത് ചെയ്തു, അവര് പ്ലാസ്റ്റിക് ബോട്ടിൽസിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മുടെ പ്രസന്റ് സിനാരിയോയിൽ എന്താ സംഭവിക്കുന്നത്, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്താണ് നമ്മളെല്ലാവരും ത്രോ അവേ ചെയ്യാണ്, റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഇപ്പോ ചില രാജ്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്ത സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസ് അതായത് കൊക്കക്കോളയുടെ ബോട്ടിൽസ് എന്ത് ചെയ്യണം, അവര് തിരിച്ച് ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന് വാഷ് ചെയ്ത് വീണ്ടും ആ ബോട്ടിൽസ് റീയൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ഒരു രീതിയാണ്, നമ്മളെന്താണ്, ഇപ്പൊ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി കൊക്കക്കോള മേടിച്ചിട്ട് എന്താണ്, ആ ബോട്ടിൽ അവിടെ തന്നെയാണ് നമ്മൾ വെച്ചിട്ട് പോകുന്നത്. അപ്പൊ ആ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസിന്റെ അടപ്പും അത് കണക്ക് തന്നെ അതിന്റെ ആ ബോട്ടിൽ പോർഷനും തിരിച്ച് അത് ആ ഫാക്ടറിയിലേക്ക് കളക്ട് ചെയ്തിട്ട് അവരത് വാഷ് ചെയ്ത് വീണ്ടും അതിനകത്തേക്ക് നമ്മുടെ ആ സോഫ്റ്റ് ഡ്രിങ്ക് നിറച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് എന്താണ്, നമ്മുടെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യണം, പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ട്രീറ്റ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനുള്ള എനർജി അവിടെ എന്ത് ചെയ്യണം, കുറഞ്ഞു കിട്ടുവാണ്. നമ്മുടെ വേസ്റ്റ് എവിടെ ജനറേറ്റ് ചെയ്യുന്നു അവിടെ തന്നെ എന്താണ്, ആ സോഴ്സിൽ തന്നെ അതിനെ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇവിടെ ഷേപ്പ് പറയുമ്പോൾ നമുക്ക് നോർമൽ ഷേപ്പിൽ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ ഏതെങ്കിലും വേറെ ഇപ്പോൾ നമുക്ക് പറഞ്ഞ കൊക്കക്കോളയുടെ എക്സാമ്പിൾ കണക്ക് തന്നെ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ആ ബോട്ടിൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ബോട്ടിൽ റീയൂസ് ചെയ്യാൻ പറ്റില്ല, അത് വേറെ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് മെത്തേഡിലേക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ഫ്ലാക്കി സബ്സ്റ്റൻസ് വിൽ ബിഹേവ് ഡിഫറെന്റ്ലി ഫ്രം നോൺ ഫ്ലാക്കി സബ്സ്റ്റൻസസ്. അപ്പോൾ റെഗുലർ ഷേപ്പിൽ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേറൊരു രീതിയിലേക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന്റെ ഷേപ്പ് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറി നമുക്ക് വേറൊരു രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഈ മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് ആർ ഡിസൈൻ ബേസ്ഡ് ഓൺ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്. അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതെന്താണ്, നമുക്ക് മാഗ്നറ്റിക് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റിനെയും നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള വേസ്റ്റിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനാണ് അവിടെ ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫീൽഡ് കപ്പാസിറ്റി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫീൽഡ് കപ്പാസിറ്റി. Field capacity of a waste is the total amount of moisture which can be retained in the waste sample. Total amount of moisture which can be retained in the waste sample subjected to gravitational force. അപ്പോൾ എന്താണ്, നമ്മുടെ സോളിഡ് വേസ്റ്റ് നമ്മുടെ എർത്ത് സർഫസിൽ കിടക്കുന്നു, മഴ പെയ്യുമ്പോൾ എന്താണ്, ഈ വേസ്റ്റിന് മുകളിൽ വാട്ടർ സാമ്പിളിന്റെ ഡെപ്പോസിറ്റ്സ് വന്ന് കിടക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചില കേസിൽ എന്താണ്, ഈ വാട്ടർ സാമ്പിൾസ് സോളിഡ് വേസ്റ്റിന്റെ മുകളിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വീഴും. ഗ്രൗണ്ടിൽ നിന്ന് അത് പെർക്കലേറ്റ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് സർഫസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അതാണ് ഈ പറയുന്ന ലീച്ചാറ്റ് ഇൻ ലാൻഡ്ഫിൽ എന്ന് പറയുന്ന ലീച്ചാറ്റ്. ഇപ്പോൾ വേസ്റ്റ് എന്ത് ചെയ്യാണ്, വേസ്റ്റ് എർത്ത് സർഫസിൽ കിടക്കുവാണ്. ആ എർത്ത് സർഫസിൽ റെയിൻ വരുന്നു, മഴ പെയ്യുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് സോളിഡ് വേസ്റ്റിന്റെ മുകളിൽ റെയിൻ വാട്ടർ ഒന്ന് ഡെപ്പോസിറ്റ് ആവുന്നു. ഈ റെയിൻ വാട്ടർ സോളിഡ് വേസ്റ്റിന്റെ മുകളിൽ കൂടി അടിച്ചിറങ്ങി എർത്ത് സർഫസിൽ വരുന്നു. അത് അവിടുന്ന് പെർക്കുലേറ്റ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഹാർംഫുൾ സബ്സ്റ്റൻസസ് ഒക്കെയാണ് ആ സോളിഡ് വേസ്റ്റിന്റെ മുകളിലുള്ളെങ്കിൽ അത് ഇൻ ടേൺ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് ലീച്ചാറ്റ് എന്ന് പറയുന്നത്.
It is a critical measure because excess water in field capacity will form waste matter. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഒരുപാട് നമ്മുടെ സോളിഡ് വേസ്റ്റിന് മുകളിൽ വന്ന് വീണാൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രൗണ്ടിൽ ഇപ്പോൾ സോളിഡ് വേസ്റ്റ് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ റെയിൻ വാട്ടർ വന്ന് വീണ് കഴിയുമ്പോൾ അത് അതിന്റെ മുകളിൽ കൂടി അരിച്ചിറങ്ങി അണ്ടർഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാവും. ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ എത്തിയില്ലെങ്കിലും റെയിൻ വാട്ടറിൽ നിന്ന് എന്താണ് ഈ സാധനങ്ങൾ ഒഴുകി നിയർ ബൈ വാട്ടർ ബോഡിയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാവും. ഇനി അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പെയിന്റിന്റെ ബോട്ടിൽസ് ഒക്കെ, പെയിന്റ് ബാട്ടയൊക്കെ നമ്മൾ പെയിന്റിങ് കഴിഞ്ഞിട്ട് ആ പെയിന്റ് ബോട്ടിൽസ് എന്താണ് ത്രോ അവേ ചെയ്യാന്ന് വിചാരിക്കുക. ആ പെയിന്റിന്റെ പിഗ്മെന്റ്സ് ആ പെയിന്റ് ബോട്ടിലിനകത്ത് ഉണ്ടാവും. അതെന്ത് ചെയ്യും, അത് ഈ മഴ സമയത്ത് ആ കണ്ടെയ്നർ വാഷ്ഡ് അവേ ആയി പെയിന്റിന്റെ പിഗ്മെന്റ്സ് നമ്മുടെ നിയർ ബൈ വാട്ടർ ബോഡിയിലോ അല്ലെങ്കിൽ അത് പെർക്കുലേറ്റ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ബോഡിയിലോ ഒക്കെ എത്താനുള്ള സാധ്യത ഉണ്ടാവും. പെയിന്റിന്റെ പിഗ്മെന്റ്സ് വളരെ ഹാർംഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആൻഡ് നെക്സ്റ്റ് മൂവിങ് ഓൺ ടു അവർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് വേസ്റ്റ്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ക്ലിയർ ആണോ? സോളിഡ് വേസ്റ്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വേസ്റ്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ബയോളജിക്കൽ ക്യാരക്ടേഴ്സും ഒക്കെ പറഞ്ഞതെന്ന് ക്ലിയർ ആണല്ലോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇനി മൂവിങ് ഓൺ ടു കെമിക്കൽ പ്രോപ്പർട്ടീസ്. So for the purpose of understanding the behavior of waste, so chemical properties എന്തിനാ പഠിക്കുന്നത്? To understand the behavior of waste as it moves through waste management system. അപ്പോൾ വേസ്റ്റ് എന്താണ്, വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിൽ നമ്മുടെ വേസ്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നറിയണമെങ്കിൽ നമുക്ക് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എവിടേക്കാണ്? ടു യൂസ് സോളിഡ് വേസ്റ്റ് ആസ് ഫ്യൂവൽ. നമ്മുടെ ഇൻസിനറേറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സോളിഡ് വേസ്റ്റ്. അപ്പോൾ ടു യൂസ് സോളിഡ് വേസ്റ്റ് ആസ് ഫ്യൂവൽ ഓർ എനി അതർ പർപ്പസ് കെമിക്കൽ ക്യാരക്ടേഴ്സ് ഷുഡ് ബി നോൺ. അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ് കെമിക്കൽ ക്യാരക്ടർ, ഒരു വേസ്റ്റിന്റെ കെമിക്കൽ ക്യാരക്ടേഴ്സ് അറിഞ്ഞാൽ മാത്രമേ അതിനെ നമുക്ക് ഫ്യൂവൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ ബേൺ ചെയ്യും, അതിന്റെ മോളിക്യൂൾസ്. ഇപ്പോൾ പ്ലാസ്റ്റിക് ബേൺ ചെയ്യും, പ്ലാസ്റ്റിക് നമുക്ക് ബേൺ ചെയ്യാം, പക്ഷെ പ്ലാസ്റ്റിക് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് കാർസനോജനിക് ആണെന്നൊക്കെ പലരും പറയപ്പെടുന്നു. എന്താണ്, വളരെ ഫൗൾ സ്മെല്ലാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആ പ്ലാസ്റ്റിക്കിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ നമുക്ക് ഫ്യൂവൽ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നോക്കുന്നത്. ഫസ്റ്റ് വൺ ലിപ്പിഡ്, സെക്കൻഡ് വൺ കാർബോഹൈഡ്രേറ്റ്, തേർഡ് വൺ പ്രോട്ടീൻ, ഫോർത്ത് വൺ നാച്ചുറൽ ഫൈബേഴ്സ്, next synthetic organic material, non-combustibles, heating value, ultimate analysis, and next one proximate analysis. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ലിപ്പിഡ്സ്. സോ ലിപ്പിഡ്സിനകത്ത് വരുന്നതാണ് ഫാറ്റ്, ഓയിൽ, ഗ്രീസ്, fats, oil, grease, and other principal sources of lipids are garbage, cooking oil, and fat. Lipids have high heating value. So lipids have high heating value about 38,000 kilojoule per kilogram. So lipids in the heating value 38,000 ആണ്, 38,000 kilojoule per kilogram, which makes them suitable for energy recovery. Some lipids become liquid at a temperature which slightly above ambient. They add to the liquid content during waste decomposition. So first പറയുന്നത് lipids. So lipids എന്ന് പറയുമ്പോൾ it may be fat, oil, grease, and the main source എന്താണ് garbages, cooking oil, and fat. So and the heating value 38,000 kilojoule per kilogram.
So though they are biodegradable, their rate of biodegradation is relatively slow because lipids have low solubility in water. So lipids are biodegradable, but they are slowly degradable due to low solubility in water. Next പറയുന്നത് carbohydrates. Carbohydrates. They are found primarily in food and yard wastes. So carbohydrates are found mainly in food and yard wastes, which encompass sugar and polymers of sugar. Carbohydrates are biodegradable. Carbohydrates are biodegradable to products such as carbon dioxide, water, and methane. So carbohydrates in the solid waste biodegradable ആണ്. It degrade to carbon dioxide, water, and methane. അപ്പോൾ ഇതിന്റെ ഡീകമ്പോസിഷൻ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വിൽ അട്രാക്ട് ഫ്ലൈസ്, റാറ്റ്സ് ആൻഡ് therefore should not left exposed for longer duration. നമ്മുടെ ഫുഡ് വേസ്റ്റ്, മെയിൻലി ഫുഡ് വേസ്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ബയോഡീഗ്രേഡബിൾ ആൻഡ് എന്താണ് ഡീഗ്രേഡ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് മീഥേൻ ആയിട്ട് മാറുന്നു. എന്താണ് ഇതിന്റെ ഡീകമ്പോസിങ് കാർബോഹൈഡ്രേറ്റ് വിറ്റ് അട്രാക്ട് ഫ്ലൈസ്, റാറ്റ് ആൻഡ് therefore should not be exposed for longer duration. Next one, proteins. Proteins. These are compounds containing carbon, hydrogen, oxygen, and nitrogen, and consist of organic acid with suitable amine group. അപ്പോൾ പ്രോട്ടീൻസിനകത്ത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആൻഡ് അതർ ഓർഗാനിക് ആസിഡ് വിത്ത് സ്യൂട്ടബിൾ അമീൻ ഗ്രൂപ്പ്. അപ്പോൾ പ്രോട്ടീൻസ് എവിടെയാണ് കാണുന്നത്? They are found in food and garden waste. The partial decomposition of compounds can result in the production of amines that have unpleasant odors. നമുക്കിപ്പോൾ വേസ്റ്റ് കൊണ്ടിട്ട് കഴിയുമ്പോൾ എന്താണ് ഒരു ജസ്റ്റ് സ്മെൽ ഉണ്ടാവും. അതാണ് അവിടെ പറയുന്നത് പ്രോട്ടീൻസിനകത്തുള്ളത്. നെക്സ്റ്റ് ആണ് നാച്ചുറൽ ഫൈബർ. നാച്ചുറൽ ഫൈബർ എന്ന് പറയുമ്പോൾ they are found in paper products, food and yard wastes. They are resistant to biodegradation. അപ്പോൾ നാച്ചുറൽ ഫൈബേഴ്സ് ആർ റെസിസ്റ്റന്റ് ടു ബയോഡീഗ്രഡേഷൻ. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ബയോഡീഗ്രഡേഷൻ ഇല്ലെങ്കിൽ ദേ ആർ ഹൈലി കമ്പസ്റ്റബിൾ സോളിഡ് വേസ്റ്റ്. അപ്പോൾ ബയോഡീഗ്രഡേഷൻ കത്തിച്ചു കളയാം. They are highly combustible solid waste having a high proportion of paper and wood product. They are suitable for incineration. Upon natural fibers are suitable for incineration. Natural fibers and they are not biodegradable. Upon non-biodegradable ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻസിനറേഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ഇൻഡസ്ട്രീസ്. ഓക്കെ, നാച്ചുറൽ ഫൈബേഴ്സ്. Next, heating value. Heating value and evaluation of potential of waste as a fuel for incineration requires heating value expressed as kilojoule per kilogram. The heating value is determined experimentally using a bomb calorimeter test. നമ്മൾ നേരത്തെ ഇൻസിനറേറ്റേഴ്സ് ഒക്കെ പറഞ്ഞു. നമുക്ക് എന്താണ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഒക്കെ നമുക്ക് ഇൻസിനറേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻസിനറേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന വേസ്റ്റിന്റെ heating value നമുക്ക് determine ചെയ്യാം. It can be determined by a bomb calorimeter test in which waste of specified quantity is heated at a constant temperature of 25 degrees Celsius. The heating value of a non-biodegradable solid waste is determined by using a bomb calorimeter test in which the waste is heated at a constant temperature of 25 degrees Celsius. The heating value നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ്. നമ്മുടെ ഓർത്തിരിക്കുക, ഹീറ്റിംഗ് വാല്യൂ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാം. കിലോ ജൂൾ പെർ കിലോഗ്രാം. Synthetic organic matter or plastics. They are highly resistant to biodegradation. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. They are highly resistant to biodegradation and are objectionable and for special concern in SWM. അപ്പോൾ പ്ലാസ്റ്റിക്സിന് ഹൈ ഹീറ്റിംഗ് വാല്യൂ ഉണ്ട്. ഹൈ ഹീറ്റിംഗ് വാല്യൂ അബൌട്ട് 32,000 കിലോജൂൾ പെർ കിലോഗ്രാം, വിച്ച് മേക്സ് ദം വെരി സ്യൂട്ടബിൾ ഫോർ ഇൻസിനറേഷൻ. പക്ഷേ പ്ലാസ്റ്റിക്സ് ഇൻസിനറേറ്റേഴ്സിൽ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹൈ ഹീറ്റിംഗ് വാല്യൂ ഉണ്ടെങ്കിൽ അത് കാർസനോജനിക്സ്, അത് ക്യാൻസർ കോസിങ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഗവൺമെന്റ് പെർമിഷൻ അനുസരിച്ചിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ.
Polyvinyl chloride burn produces dioxin and acid gases. This increases corrosion in combustion system and is responsible for acid rain. Polyvinyl chloride PVC is burn ചെയ്താൽ it can causes acid rain. അതേ കണക്കാണ് ഇൻസിനറേറ്റേഴ്സിൽ എന്ത് സംഭവിക്കാം? Produces dioxide. When burn produces dioxin and acid gases. This increases corrosion in combustion system. So it can cause corrosion in combustion system and is responsible for acid rain. Acid rain ulla possibility ഇത് cause ചെയ്യുന്നുണ്ട്. ഇനി ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്. സോ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് സോളിഡ് വേസ്റ്റ് ഇല്ല, ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ബയോഡീഗ്രേഡബിലിറ്റി ഓഫ് ഓർഗാനിക് വേസ്റ്റ്. ഓർഗാനിക് വേസ്റ്റിന്റെ ബയോഡീഗ്രേഡബിലിറ്റി, പിന്നെ എന്തുണ്ടാവും? ഓർഡർ, ഒരു സ്മെൽ ഉണ്ടാവും, ബ്രീഡിങ് ഓഫ് ഫ്ലൈസ്. ഇപ്പൊ നമുക്ക് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് വേസ്റ്റ് ഒക്കെയാണ്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് ഒക്കെയാണ് നമ്മുടെ ഗ്രൗണ്ടിൽ കിടക്കുന്നെങ്കിൽ എന്തുണ്ടാവും? അത് ഇപ്പോ ഗ്ലൂക്കോസ് അങ്ങനെയുള്ള സാധനങ്ങൾ കിടന്നു കഴിഞ്ഞാൽ ഫ്ലൈസിനെ അട്രാക്ട് ചെയ്യും. So biodegradability of organic waste components. അപ്പോൾ volatile solid content determined by ignition at 550 degrees Celsius is often used to measure biodegradability of organic components. The use of volatile solids in describing the biodegradability of organic compounds is misleading to some of the organic constituents are highly volatile but low in biodegradability. The use of volatile solids is some of the organic constituents are highly volatile but low in biodegradable. Newsprints and certain plant trimmings. So biodegradability of organic waste. Our equation പറയുന്നുണ്ട്. Then the lignin content of a base can be used to estimate the biodegradable fraction using the following relation. So biodegradable fraction on volatile solids. ഈ volatile solids എന്താണെന്ന് അറിയാമോ? Volatile solids. എന്താ ഈ volatile solids? ഇവിടെ നമ്മൾ volatile solids എന്ന് പറഞ്ഞല്ലോ. Volatile solids content determined by ignition at 550 degrees Celsius is often used to measure of biodegradability of organic components. So volatile solids എന്ന് പറയുമ്പോൾ അത് സോളിഡ് വേസ്റ്റ് ബേൺ ചെയ്യുമ്പോൾ ഗ്യാസിലേക്ക് പോകുവാണ്, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരില്ല. അതിനെയാണ് നമ്മൾ volatile solids എന്ന് പറയുന്നത്. Volatile solids, it will turn to gaseous state. It will not convert to liquid state, it will change to gaseous state. ഇനി നമ്മുടെ biodegradable fraction expressed on volatile solids. The biodegradable fraction the equation ആണ് 0.83 minus 0.028 LC. LC എന്ന് വെച്ചാൽ lignin content of volatile solid expressed as a percentage of dry weight. ഈ equation ഓർത്തിരിക്കുക. അപ്പോൾ biodegradable fraction on volatile solids ഒരു expression ആണ്. Is equal to 0.83 into 0.83 minus 0.028 LC. LC is the lignin content of volatile solid expressed as percentage of weight. ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ആണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ കൂടുതലും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടത് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ആണ്. ഒരു സോളിഡ് വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നത് സോളിഡ് വേസ്റ്റസ് ആണ്. പറയുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് സോളിഡ് വേസ്റ്റിനകത്ത് ഇലക്ട്രോണിക് വേസ്റ്റും റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ് ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇൻ ഡീറ്റെയിൽ പഠിക്കണം. ഇലക്ട്രോണിക് വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനൊക്കെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അതിന്റെ ഡിസ്പോസൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി സോളിഡ് വേസ്റ്റിൽ പഠിക്കാൻ. ഓക്കെ,
നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം.